ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നേ പത്തിരി ഉണ്ടാക്കണം. 4 മണിയായി എണീക്കാൻ, ഉറക്കൊന്നും ശരിക്ക് വരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ സജിക്ക നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ തിരിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് ആക്കി വെക്കാം കേട്ടോ. പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് പത്തിരി ചുടാൻ അറിയില്ലെങ്കിൽ നോക്കിക്കോട്ടെ. പത്തിരി വാട്ടണം, അതൊക്കെ കഴിഞ്ഞു. പിന്നെ വിചാരിച്ചതൊരു വീഡിയോ ആക്കിയാലോ എന്ന്. അപ്പോൾ പരത്തുക, ഇങ്ങനെ വെക്കുക. അങ്ങനെ ഒരു ചട്ടിയിൽ കൊള്ളാവുന്നതൊക്കെ വെക്കാം കേട്ടോ. ഇതിൻ്റെ ഈ പത്തിരി ചട്ടിയിൽ 5 എണ്ണമൊക്കെ വെക്കാൻ പറ്റും. പിന്നെ ഞാൻ ഹീറ്റ് എല്ലായിടത്തേക്കും ആവില്ല വിചാരിച്ചിട്ട് 4 എണ്ണ വെക്കുള്ളൂ ചിലപ്പോൾ. അങ്ങനെ ഓരോന്ന് ഇടാം കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, എല്ലാവർക്കും സ്കൂളുണ്ട് നമുക്ക്. പക്ഷേ എടുക്കാം, അവരൊന്നും എണീപ്പിക്കാണ്ട് വേണം നമുക്കിത് ചെയ്യാൻ. അവർക്ക് 6:30ക്കാണ് വണ്ടി വരെ. അപ്പോൾ ഒരു 5:45 ഞാൻ അവരെ വിളിക്കാറുള്ളൂ. ഇത് ഇങ്ങനെ മറിച്ചിടുക കേട്ടോ. അത് നിങ്ങൾക്ക് തവി ഉപയോഗിച്ചിട്ടാ അല്ലെങ്കിൽ മരത്തിൻ്റെ കയ്യില എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് മറിച്ചിടാം. എനിക്കിപ്പോൾ ഇതിങ്ങനെ മറിച്ചിടുന്നതാണ് ഈസി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കേട്ടോ. അപ്പോൾ നേരെ വെളുത്താലും നമ്മളെല്ലാവർക്കും ഒരു ചായ നിർബന്ധമില്ല. ഇപ്പം ഞാൻ ജീരകവെള്ളം കുടിക്കാം. പെരുംജീരകടും ആദ്യം, പിന്നെ നല്ല ജീരകടും, പിന്നെ തിളച്ച വെള്ളം ഒഴിക്കും. അപ്പോൾ അത് എന്നിട്ട് അതാണ് ഞാൻ കുടിക്കുക. നേരെ വെളുത്താൽ ചായക്ക് പകരം ഞാൻ കുടിക്കുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്കും വേണമെങ്കിൽ കുടിക്കാം. നല്ല ഹാബിറ്റ്സൊക്കെ പകർത്തണം, നല്ലതാണ്. ചായ കുടിച്ചാലേ ക്ഷീണം മാറുള്ളൂ എന്നൊന്നുമില്ല. ചൂടുവെള്ളം എന്തെങ്കിലും കുടിച്ചാൽ മതി. പിന്നെ അതിങ്ങനെ ശീലമാവുന്നതാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് പത്തിരി കരിയണമെന്നൊന്ന് നോക്കണേ. നമുക്കത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കണ്ട. ഒരു ഗ്ലാസ്സിൽ ജീരകം ഇട്ടിട്ട് ഞാൻ അതിലും ചൂടുവെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെച്ചു. കാരണം അതിപ്പോൾ കുട്ടികൾക്കും വേണേ, അവരെണീക്കുമ്പോഴത്തേനും അതിന് ചൂടാറി കിട്ടണം. അപ്പോൾ നമുക്കത് അകത്ത് കൊണ്ടുവയ്ക്കട്ടെ. അപ്പോൾ അവരുണരാതിരിക്കാൻ വേണ്ടി ലൈറ്റൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇനി നമുക്കത് മറിച്ചിടാം കേട്ടോ. പത്തിരി എപ്പോഴും 3 പ്രാവശ്യം മറിച്ചിടാൻ പാടുള്ളേ. അതിലും കൂടുതൽ മറിച്ചിട്ടില്ല, അപ്പോൾ പൊള്ളക്കില്ല. എനിക്ക് ഐസോർത്ത പഠിപ്പിച്ച് തന്നതാട്ടോ പത്തിരി ചൂടാൻ. അവരൊക്കെ ഓർമ്മ. ഇതിലല്ലേ അയമോദകം കൂടി ഇടാം കേട്ടോ. അയമോദകം അവിടെ ഇല്ല. ഞാൻ സജിക്കാനോട് വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പത്തിരിയൊക്കെ പൊള്ളച്ച് നമുക്കത് എടുത്തിട്ട് പത്രത്തിൽ ഇടാം. എല്ലാം കൂടി എടുക്കുന്ന സാഹസം ചെയ്യില്ല. കാരണം അതിൻ്റെ പോളെങ്ങാനും പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവി കൈ കൊണ്ട് കയറി അത് ഭയങ്കര ഡേഞ്ചർ. അപ്പം അത് നമുക്ക് ഒരു തവി വെച്ചിട്ട് എടുത്തിട്ടാം. ഓക്കെ, അപ്പം അങ്ങനെ മുഹമ്മദ് മോനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഷീസാമോനെ വിളിക്കാം. സ്കൂളിൽ പോണില്ലേ ഷീസാമോ? വേണിക്ക് സമയം പോണ് വേഗം. ഇവരൊക്കെ ഉറങ്ങിയാ പിന്നെ ഒരു അന്തമില്ല. ഇത് 5:45 കഴിഞ്ഞിട്ടാ. ഇനിയിപ്പോൾ അവർ എഴുന്നേറ്റ് അവർ സ്കൂളിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോഴത്തേനും ഫോൺ ഇറങ്ങിയത് സജിക്കാണ്. സജിക്ക് എത്തിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ്. വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറയണേ. ഇതെവിടെ എത്തിയെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് സജിക്കാനെ പറ്റി വിളിച്ചിട്ട് വരാം കേട്ടോ. ആള് ഇവിടെ മെട്രോടെ ഇവിടെ എത്തിയെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. പിന്നെ സംസാരിച്ചിട്ട് ഇതേ ഇവിടെ വീട്ടിലെത്തി. വിളിക്കാം. ഷിസാമു എഴുന്നേറ്റിട്ടില്ല. ഒരാഴ്ച ആയിട്ടുണ്ട് പോയിട്ട്. ഇപ്പോഴാ വരുന്നത്. നമുക്ക് നോക്കാട്ടാ. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും നാട്ടിലുള്ളവർക്ക് ആ പെട്ടിമലായിരിക്കും കാണുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ആ പെട്ടിമലായിരിക്കും നമുക്കും കാണുന്നത് കേട്ടോ. സ്നേഹം നിറഞ്ഞ പൊതികളാണ് വന്നിട്ടുള്ളത് കേട്ടോ.
ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർ സ്നേഹത്തോടെ പൊതിഞ്ഞൂട്ടി കൊടുത്തിട്ടുള്ള കുറേ സാധനങ്ങളാണ്. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടായിരുന്നു. 15 കിലോനോടെ വീട്ടിൽ വെച്ചിട്ടാണ് പോകുന്നതെന്ന്. ബാക്കി എങ്ങനെയൊക്കെയോ കയറ്റി കൊടുത്തിട്ടുണ്ട്. പാവം. അടിപൊളിയായിരുന്നു. കുറേ ഐറ്റംസ് ഒക്കെ ഇട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കതൊക്കെ തുറക്കണ വീഡിയോ എടുക്കണം കേട്ടോ. എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത്. ഹിസാമും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി പത്തിരിക്ക് കറി വേണം. ഇതണ്ട സ്നേഹപ്പൊതികളാണ് അതൊക്കെ. അപ്പം അത് തുറന്നിട്ട് വേണം നമുക്ക് പത്തിരിക്കുള്ള കറി എടുക്കാൻ. നല്ല വരാൽ എന്നൊക്കെ പറയും. ഞങ്ങളവിടെ കണ്ണെന്നാണ് പറയുക. നിങ്ങളവിടെയൊക്കെ എന്താ പറയുക നിങ്ങൾ കമൻറ്റ് കേട്ടോ. അത് ചാച്ചിയും മച്ചിയും കൂടി വാങ്ങിയിട്ട് കറി വെച്ചിട്ട് കൊടുത്തേച്ചിരിക്കുകയാണ്. ബാക്കി ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കുന്നതായിരിക്കും. പക്ഷെ ബാക്കി ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. ഈ കഷ്ണത്തിന് ഞങ്ങൾ പറയാ കുളത്ത് നട്ടാ. അതിൻ്റെ തല ഇങ്ങനെ നടു പൊളിച്ചാൽ ബാക്കി കിട്ടുന്ന ഭാഗം അത് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചതാ. സാജിക്ക് ചാച്ചിയെ ഒരു രക്ഷയില്ല കേട്ടാ. സൂപ്പർ ടേസ്റ്റായിരുന്നു. ഷിസാമും മുഹമ്മദൊക്കെ പറഞ്ഞത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അവർ സ്കൂളിലേക്ക് പത്തിരിയും കണ്ണൻ കറിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അടിപൊളി കറിയെന്ന് പറഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം കറി അങ്ങനെ അങ്ങോട്ട് തീർന്നു കേട്ടോ. ഷോ